പാലക്കാട് നെന്മാറ സജിത വധക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി ഇന്ന് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. 5 മാസം നീണ്ട വിചാരണയ്ക്കൊടുവിൽ ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. ഷംന, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നു, അതിനുശേഷവും പ്രതിക്ക് യാതൊരു കൂസലില്ലാത്ത നിലപാട് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ശിക്ഷാവിധിയാണല്ലോ, എപ്പോഴാണ് കോടതി ഇത് പരിഗണിക്കുന്നത്? ക്രിസ്റ്റീന, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. 12 മണിയോട് കൂടി തന്നെ കേസ് കോടതി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കേസിൽ എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. ഇതിൽ ഏറെ നിർണായകമായിരുന്നത് 2 കാര്യങ്ങളായിരുന്നു. അതായത് ഈ കൊല്ലപ്പെട്ട സജിതയുടെ വീട്ടിലെ രക്തക്കറയിൽ നിന്നും കണ്ടെത്തിയ കാൽപ്പാടുകൾ അത് ചെന്താമരയുടേത് തന്നെയാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിരുന്നു. ഒപ്പം തന്നെ ഈ ചെന്താമരയുടെ ഷർട്ടിന്റെ ഒരു പീസ് ഈ സജിതയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഇത് ചെന്താമരയുടേത് തന്നെയാണെന്ന് ഈ ഭാര്യ മൊഴി നൽകി. ഇതൊക്കെ കേസിൽ ഏറെ നിർണായകമായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ ഏറെ വെല്ലുവിളിയായിരുന്നത് ഈ ചെന്താമര ഇത്തരത്തിൽ ഒരു കൂസലവുമില്ലാതെ ഒരു ഭയവുമില്ലാതെ വിചാരണ ഘട്ടത്തിലൊക്കെ നടക്കുന്നു. അതിനുശേഷം തനിക്ക് ഒരു ഭയവുമില്ല, എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരെ ഇനിയും കൊല്ലും എന്ന ഒരു ഭീഷണി മുഴക്കിയിരുന്നു. ഇതൊക്കെ സാക്ഷികളെ വലിയ രീതിയിൽ ഭയപ്പെടുത്തിയിരുന്നു. സാക്ഷികൾ കൂറുമാറുന്നതിന് വരെ കാരണമായിരുന്നു. അങ്ങനെ എത്തരം വെല്ലുവിളികളൊക്കെ മറികടന്നുകൊണ്ടാണ് ഈ കേസ് ഇതുവരെ എത്തിയത്. എന്തായാലും കേസിൽ ഇന്ന് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി വിധി പറയും. ജഡ്ജ് കെന്നത്ത് ജോർജാണ് വിധി പറയുക. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.